കാറിലൊപ്പം ഉണ്ടായിരുന്നത് ഈ ബിസിനസ് പാർട്ട്ണർ ആണ് എന്ന് കരുതിക്കൊണ്ടാണ് ഇരുവരെയും കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വന്നത്. പക്ഷേ അനിലയുടെ കടയിലെ ജോലിക്കാരനായ സോണി ആയിരുന്നു ഈ കാറിൽ ഉണ്ടായിരുന്നത്. ഈ സോണി ആയിരുന്നു ലക്ഷ്യമിട്ടത്. ഒപ്പം അനീഷിനെ ആയിരുന്നു. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഇവരുടെ പാർട്ണർഷിപ്പിലാണ് കട നടത്തിക്കൊണ്ടു പോയത്. അതിനെ എതിർത്തിരുന്നു പല തവണയും. അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അവിടുന്ന് നേരെ ഇങ്ങോട്ട് കടപ്പാക്കടേക്ക് വരുന്ന വഴിയായിരുന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് തീ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ രണ്ട് വണ്ടി ഇങ്ങനെ തീ എത്തുന്നത് കണ്ട് വണ്ടി പെട്ടെന്ന് ഒതുക്കി നിർത്തി. ആ സമയത്ത് കുറച്ച് പേരേ ഉള്ളൂ. വണ്ടി കൊണ്ടുവന്ന് നിർത്തി. അപ്പോഴേക്ക് തീ പെട്ടെന്നങ്ങ് കൂടിയെങ്കിൽ നമ്മൾ അടുത്തോട്ട് ചെന്ന ആ ഒരു സ്ത്രീ ഡോറിൽ നിന്ന് ആ സ്ത്രീ പെട്ടെന്ന് മറിഞ്ഞു വീഴുന്നു. അപ്പോൾ ജസ്റ്റ് ആ സ്ത്രീക്ക് തീ പിടിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മൾ അടുത്തോട്ട് ചെന്ന് അവരെ സംരക്ഷിക്കാൻ നോക്കുന്നെങ്കിലും തീ അങ്ങ് കൂടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരെ സഹായിക്കാനൊന്നും സാധിച്ചില്ല. നമ്മൾ ഓടി എടുക്കുന്നെങ്കിലും ഒരു പുരുഷൻ ഇവിടെ കൂടെ നിന്നിട്ട് അദ്ദേഹം പലരെയും ഫോൺ വിളിക്കുന്നുണ്ട്. എടാ അവൾ തീർന്നടാ എന്നുള്ള രൂപത്തിലേക്ക് വിളിച്ച് അവർ വളരെ വിഷമം അറിയിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി അടുത്തേക്ക് അടുക്കാൻ കഴിയുന്നില്ലായിരുന്നു. അത്രയ്ക്ക് തീയായിരുന്നു. കാരണം ഇപ്പോഴത്തെ ആ ഒരു ഇടിയും നമ്മൾ പിന്നെ വരുന്ന സമയത്തുണ്ടാവുന്ന ചെറിയ തീയും കണ്ടിട്ട് ഇതൊരു അടുത്തേക്ക് എടുക്കുമ്പോൾ വലിയ തീയിലേക്ക് മാറി. അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. ഞാൻ വരുന്ന സമയത്ത് ഒരു 3 പേര് ഉണ്ടായിരുന്നു. അതിൽ ആ സ്ത്രീ മറിഞ്ഞ് അതിനകത്തേക്ക് വീണു. പിന്നെ ഒരു പരാക്രമം കാണിച്ചുകൊണ്ടൊരു പുരുഷനുണ്ടായിരുന്നു. പിന്നെ ഒരു മനുഷ്യനെ അങ്ങോട്ടേക്ക് നീങ്ങി. പക്ഷെ പിന്നെ ഞാൻ അദ്ദേഹത്തിനെ ഇവരെ നോക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ശ്രദ്ധിക്കുന്നില്ലല്ലോ. തീ ആളിക്കത്തി. നമ്മൾ ആ സ്ത്രീനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ മറ്റേ ആൾക്കാരെ നോക്കുന്നില്ലല്ലോ, ശ്രദ്ധിക്കുന്നില്ലല്ലോ.